ഷിയാസ് കരീമുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഒരിക്കലും ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ്. ഈ ഷിയാസ് കരീമും ഞാനുമായിട്ട് ഒരു ഇഷ്യൂമില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്, നമുക്ക് ആ പേര് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ഒരു പഴയ ഒരു എക്സ് ഗേൾ ഫ്രണ്ട്, വാട്ട് എവർ മേ ബി, നമുക്ക് ആ വ്യക്തിയുടെ പേര് പറയുക, നമ്മൾ അവരെ ഒന്നും ഇതിൽ വലിച്ചഴിക്കുകയല്ല. ഞാനുമായിട്ട് ഒരു ഫോട്ടോ, നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ ഇപ്പോ കണ്ടാൽ ഒരു പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കും, നമ്മൾ എടുത്തിട്ടുണ്ട് വീഡിയോ, ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യും. അത് നമ്മളെപ്പോഴും നമുക്കൊരു കള്ളത്തരം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. നമ്മൾ പബ്ലിക്കായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, അത് പബ്ലിക്കിന്റെ മുന്നിൽ വെച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കള്ളത്തരങ്ങൾ ഉണ്ടാവില്ല. അതൊരു കോമൺ സെൻസ് ആണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ പലരുടെയും കൂട്ടത്തിൽ വീഡിയോ ചെയ്യും, എന്റെ ഇൻസ്റ്റ എടുത്ത് നോക്കിയാൽ മതി, ഫോട്ടോ ഇടാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ കുട്ടിയായിട്ട്, ഈ പറയപ്പെടുന്ന കുട്ടിയായിട്ട് ഫോട്ടോ ഇട്ടിരുന്നു, വീഡിയോ ഇട്ടിരുന്നു. ആ സംഭവം അപ്പൊ പുള്ളി തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. ഞാൻ പിന്നീട് അറിഞ്ഞ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായി. അപ്പൊ അതിൽപ്പെട്ട ഒരു സംഭവം പുള്ളിയുടെ മനസ്സിൽ ഒരു ഡാർക്ക് അടിച്ച് കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാലല്ലേ നമ്മൾ ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കണ്ടേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പം ഹൈദർജി അടുത്ത് എന്തെങ്കിലും ഒരു എന്നെ കുറിച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കും, അത് മാന്യത. അല്ലാതെ മറ്റവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അതൊന്നും ഒരു ആണത്വത്തിൽ പെടുന്ന സാധനമല്ലല്ലോ. അല്ല, ആ പെൺകുട്ടി, ഇപ്പം നമ്മൾ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഫിറോസിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്നായിരുന്നു സ്ഥാപിച്ചത്? അല്ല, ബന്ധമുണ്ടെന്നതിലുപരി അങ്ങനെ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കേണ്ട അത്രയും അല്ലല്ലോ പുള്ളി. ബന്ധമുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതായിരിക്കും അദ്ദേഹം ഇഷ്യൂ. അല്ലാതെ ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഫോട്ടോ ഷെയർ ചെയ്യുന്നത്. അല്ല, ഓൾറെഡി അത് ഞാനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇഷ്യൂ ഒക്കെ എന്നോ നടക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പം നമ്മൾ അത് നോക്കണ്ട, അവരുടെ ഇഷ്യൂ അത് വേറെ. നമ്മളടുത്ത് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും. ഇപ്പൊ ഹൈദർജി ബാക്കിയുള്ളടത്ത് എല്ലാം ചിലപ്പം നെഗറ്റീവ് ആയിരിക്കാം. എന്റെ അടുത്ത് ഹൈദർജി പെരുമാറുന്ന വളരെ മാന്യമായിട്ടും ഞാൻ കണ്ടിട്ടുള്ള മാന്യമായിട്ടുള്ള വ്യക്തിയായിട്ടാണ്. നിങ്ങൾക്ക് ആ സ്നേഹം എനിക്ക് തിരിച്ചു തന്നാൽ മതി. എന്റെ അടുത്ത് പെരുമാറുന്നത് എങ്ങനെയാണോ അങ്ങനെ ഞാൻ ആ രീതിയിൽ ഞാൻ കാണുള്ളൂ. അല്ല മറ്റൊരാൾ എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് ഒരാളെ ഞാൻ വിലയിരുത്താറില്ല. അതൊരു ശരിയായ നടപടിയല്ലല്ലോ. ഈ ഒരു ഫോട്ടോ അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അല്ലെ എന്നാണ് ഫിറോസിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ വിഷയം ഉണ്ടായപ്പം നിങ്ങൾ ഈ പീരിയലും വാർത്തകളും ഒക്കെ വന്നതിന് ശേഷം ഫിറോസ് കാണിച്ച ഒരു മര്യാദ ഞാൻ എടുത്തു പറഞ്ഞു, സജനയെ തന്നെ വിളിച്ചു എന്നുള്ളതാണ്. അല്ല, സജിനെ ഞാൻ ഇപ്പോഴും വിളിക്കും. അതെ, ഇപ്പോഴും വിളിക്കുന്നോണ്ടാണ് വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. പിന്നെ തീർച്ചയായും, കാരണം അത് സജിനയ്ക്ക് ആരെന്ത് പറഞ്ഞാലും സജിനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. അപ്പൊ പല അലിഗേഷൻസ് വന്നെങ്കിലും സജിന ഉറച്ചു നിൽക്കുന്നു. ഫിറോസ്ക്ക് അങ്ങനെ അല്ല. നിങ്ങളുടെ ഫോട്ടോ കണ്ട് അദ്ദേഹത്തെ വിലയിരുത്തല്ലേ, ഫിറോസ്ക്ക് വേറെ ഫ്രണ്ട് ബാക്കി. കാരണം അവൾക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം, അത് അനുഭവമാണ്. അവൾ എന്റെ കൂടെ ജീവിച്ച ഞാൻ എങ്ങനെയാന്നുള്ളത് അനുഭവമാണ്. അതുകൊണ്ടാണ് അവൾ അത്ര കോൺഫിഡൻസോടെ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ചുറ്റിലും നിന്ന് പറയുന്നവരാണ്. ഇത് കാണാതെ അവിടെയാണ് സജനയുടെ ക്വാളിറ്റി തീർച്ചയായും. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ആകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്, മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. സജിന എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ജീവിച്ച് ഞാൻ എന്താണെന്ന് അറിയാവുന്ന വ്യക്തിയാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കെ നമ്മളെ കുറിച്ച് അറിയാൻ പറ്റൂ. സോ അതുകൊണ്ടാണ് അവള് അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞത്. അങ്ങനെ അല്ല എന്ന്. അല്ല, അത് എനിക്ക് ഫിറോസ് തുടക്കത്തിൽ പറഞ്ഞു പോയ 2 കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണലായിട്ട് ശരിക്കും എൻ്റെ മനസ്സിൽ കഴിയുക. ഈ വിഷയം ഉണ്ടാവുന്നു, ഞാൻ വിളിക്കുന്ന സജനയെ തന്നെ വിളിക്കുന്നു, ഈ കാര്യങ്ങൾ പറയുന്നു, സജന ഷിയാസ് കരീമിനെ വിളിച്ചു, അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ഫിറോസ് എന്ന് തന്നെ പറയുമ്പോൾ സജന ഇപ്പം ഫിറോസ് പറഞ്ഞ സജനയ്ക്ക് ഫിറോസിനും സജനയും അറിയാവുന്നതുകൊണ്ടാണ് അല്ലെ. 100%. അതിന്റെ ഇടയിൽ ആരൊക്കെ കളിക്കുന്നു, ഇടയില് അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇടയിൽ കയറി മറ്റേ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഒരു ബുദ്ധിയുള്ളവന് മനസ്സിലാക്കാവേണ്ട കാര്യമാണ്. നമ്മളിപ്പം പല വാർത്തകളും കേൾക്കുന്നു, എയർപോർട്ടിൽ നിന്ന് ഒരു 5 കിലോ സ്വർണം പിടിച്ചു. ആക്ച്വലി ഒറ്റ കൊടുക്കുന്ന ഈ സ്വർണം കൊടുത്തേച്ച ആള് തന്നെയാണ്. എന്നിട്ട് അതിന്റെ മറവിൽ നടക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഈ 5 കിലോ അവിടുന്ന് എസ്കേപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ 10 കണക്കിന് സ്വർണം വേറെ അവിടുന്ന് കടത്തുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ മറവിൽ കൂടി, ഈ ചെറിയ കാര്യത്തിന്റെ മറവിൽ കൂടി വലിയൊരു സാധനം അവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതാരും അറിയാതെ അതിനെ സേഫ് ആക്കുന്നുണ്ട്. മനസ്സിലായി? അത് നമുക്ക് വിവരമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് എല്ലാത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങളുടെ ഡൈവേഴ്സിൽ ഈ ഷിയാസ് കരീമിന്റെ പേര് പറയാനുള്ള ഒരു കാരണം എന്താണ്? എപ്പോഴും ഈ ഒരു ഇഷ്യൂ മാത്രമാണ്? വേറൊരു ഇന്റർവ്യൂ സജനയുമായിട്ട് ഉള്ള ഇന്റർവ്യൂല് പറയുന്നത് കേട്ടു, താങ്കളുമായിട്ട് അതിനുള്ള മറുപടി പറയുന്നത് കേട്ടു. ഞാൻ കേട്ടതുകൊണ്ടാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ ഷിയാസ് കരീമിന്റെ പേര് വരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം നിങ്ങൾ പറയുന്ന പോലെ ഒരു ഇന്നസെന്റ് ആണ്. നിങ്ങൾ തന്നെ പറയുന്നു, ഫിറോസ് തന്നെ പറയുന്നത് ഇന്നസെന്റ് ആണ്, നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. എനിക്ക് ഷിയാസ് കരീമിനെ അറിയാം, നാളുകളായിട്ട് അറിയാം. അതെ, ഞാൻ പറയുന്നത് എൻഡ് ഓഫ് ദി ഡേ ലോകത്തെല്ലാവരും നല്ലവരാണ്, പലരും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. മനസ്സിലായോ? നല്ലവരല്ലാത്തതായിട്ട് ആരുമില്ല, എല്ലാവരും ഓരോ തരത്തിൽ നല്ലവരാണ്. മനസ്സിലായി?
ഈ തെറ്റിദ്ധരിക്കപ്പെടലാണ് പലതും ഉണ്ടാവുന്നത്. മിക്ക ഇതിലിപ്പം സജിനെ ഞാനും ഡിവോഴ്സ് ആയെങ്കിൽ പോലും സജിന ചീത്തയാണെന്ന് ഞാൻ ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. സജനയും പറഞ്ഞിട്ടില്ല. സജിന തിരിച്ചും പറഞ്ഞിട്ടില്ല. ഇന്നും ഫിറോസിക്കാന്ന് തന്നെ പറയുന്നത്. അതെ. അപ്പോ ഇത് ഞാൻ പറയുന്നത് ഈ ഷിയാസ് എന്ന് പറയുന്ന വ്യക്തിയോ വാട്ടോർ മേ ബി ആരായാലും അത് അവർ ചീത്തയെന്നല്ല അതിനർത്ഥം. പക്ഷെ ഒരു പർട്ടിക്കുലർ സാഹചര്യങ്ങളിൽ അവർ ആ പെരുമാറുന്ന അല്ലെങ്കിൽ അവരെടുക്കുന്ന സ്റ്റാൻഡ് മോശമാണ്. അതൊരു തെറ്റിദ്ധാരണയുടെ പേരിലെടുത്ത പുള്ളിയുടെ സ്റ്റാൻഡിലാണ് എന്റെ 2-3 വർക്കുകൾ പോയി കിട്ടിയതും എനിക്ക് എന്റെ കുഞ്ഞിനോണ്ട് കൊടുക്കാനുള്ള ഒരു ഭക്ഷണത്തിന്റെ ഭാഗം അദ്ദേഹം ഇല്ലാതാക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമില്ല. നിങ്ങൾ വിളിച്ചു ചോദിച്ചു, ഫിറോസ് വിളിച്ചും ചോദിച്ചു. അത് ജെന്യൂൻ ആയതുകൊണ്ടല്ലോ വിളിച്ചു ചോദിക്കുന്നത്. അത് വെച്ച് മനസ്സിൽ പെരുമാറുകയല്ല. ഞാനിതൊന്നും മനസ്സിൽ ഈ ഒരു വിഷമം ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. കാരണം ഇപ്പോഴും ഞാൻ ഒരിക്കലും ഇപ്പൊ ഷിയാസിന്റെ ഇപ്പൊ എന്റെ കൂടെ വേറെ വർക്ക് വന്നു. അപ്പൊ ഞാനാണ് അവിടെ ഒരു പ്രയോറിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഷിയാസിനെ ഞാൻ വിളിക്കാനേ പറയും. എൻ്റെ അടുത്തൊരു ഡയറക്ടർ ചോദിക്കണം ഷിയാസ് വരുന്നതിന് കുഴപ്പമുണ്ട്, എൻ്റെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും പറയുന്നത്, വേണമെങ്കിൽ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, അദ്ദേഹത്തിന് പറ്റിയാണെങ്കിൽ നിങ്ങൾ വിളിക്കൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും നമ്മൾ വേറൊരാളുടെ കഞ്ഞിയിൽ പാറ്റിയിടില്ല. കാരണം അതാണ് ലോകത്തെ ഏറ്റവും വലിയ തെറ്റ്. ലോകത്തെ ഏറ്റവും വലിയ തെറ്റതാണ്. ഫിറോസിന്റെ ജീവിതത്തില് ഇപ്പൊ ഏറ്റവും സങ്കടം ഇതൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതൊക്കെ ഒരു വഴിക്ക് പോകുന്നു, വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരുമ്പോ ഒരു സങ്കടം വരുമ്പോൾ ഒരു സങ്കടം. പിന്നെ എല്ലാം ഓവർകം ചെയ്യും. പിന്നെ എനിക്കറിയാം ലോകത്ത് എല്ലാ മനുഷ്യരും എത്ര നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യർ ഒരിക്കലെങ്കിലും നമ്മളെ വേദനിപ്പിക്കാതെ കടന്നു പോകില്ല. ഈവൻ നമ്മളെ പേരൻസ് തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഹൈദർജിയുടെ ലൈഫ് ഉൾപ്പെടെ ഞാൻ പറയാം, കാണുന്ന പ്രേക്ഷകരുടെ ലൈഫ് ഉൾപ്പെടെ പറയാണ്, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന എല്ലാ വ്യക്തികളും ഈ സ്നേഹത്തിന്റെ കാര്യം വേറെ സംഭവമുണ്ട്. സ്നേഹിക്കപ്പെടാത്തവരും, അതായത് നമ്മളെ സ്നേഹിക്കാത്തവരും നമ്മളെ വേദനിപ്പിക്കും. സ്നേഹവും വേദനയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മൾക്കിപ്പം സ്നേഹം തരാത്ത വ്യക്തികളുണ്ടല്ലോ, നമ്മുടെ സറൗണ്ടിൽ ഇല്ലാത്ത വ്യക്തികൾ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഈ സ്നേഹിക്കുന്നവരും നമ്മളെ മാക്സിമം നമ്മളെ ഒരു പ്രാവശ്യങ്ങളും വേദനിപ്പിക്കാതെ പോവില്ല. പേരൻസ് പോലും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മളെ പേരൻസ് ആണ്. മനസ്സിലായി? ഇപ്പോഴുള്ള പേരൻസിനെ ഞാൻ പറയുന്നത്, ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞാൽ ഈ പബ്ബ് പേരൻസ് ആണ് കഴിവതും. ഞാൻ എറണാകുളത്ത് വന്നിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ അത്യാവശ്യം ചില വീക്കെൻഡിലൊക്കെ പബ്ബിൽ പോകാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അവിടെ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്നത്, ഈ അടുത്തിടയ്ക്ക് ഒരു ഫാമിലി ഞാൻ പരിചയപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞതെന്ന് പറയുന്നത് മക്കള് ഉള്ളതാണ്, കൊച്ചു കുട്ടികളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടികളെ അപ്പോ ആരെ ഏൽപ്പിച്ചു? അത് ഒന്നിന് ഒരു വയസ്സോ സംതിങ്ങേ ഉള്ളൂ. അതിന് ആരെ ഏൽപ്പിച്ചു? അപ്പൊ മൂത്ത 6 വയസ്സുള്ള കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വന്നതാണെന്ന് രാത്രി ഏൽപ്പിച്ചിട്ട് വന്നതാണെന്ന് രാത്രി 9 മണിക്ക് പബ്ബിൽ പോകുമ്പോൾ 12 മണിയാവും. ഒരമ്മ പറയുകയാണ്, അച്ഛനും ഉണ്ടാക്കൂട്ടത്തില്ല. അങ്ങനെയുള്ള പേരൻസിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള പേരൻസിന് കുട്ടികളുടെ ഒരു അറ്റാച്ച്മെന്റും കാണത്തില്ല. നമ്മളെയൊന്നും ഒരിക്കലും നമ്മളെ മാതാപിതാക്കൾ ഇങ്ങനെ ഏൽപ്പിച്ചിട്ടൊന്നും ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്. മനസ്സിലായി? അത് ഞാൻ പറഞ്ഞ അത്തരം പേരൻസിനെ അല്ല, കുറച്ചുകൂടെ മാറിയുള്ള എല്ലാവരും അങ്ങനെ അന്നല്ല. പക്ഷെ എല്ലാവരും അങ്ങനെ നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഉള്ളവർ ഈ ജനറേഷനിലുണ്ട്. അത് ഈ ജനറേഷനിലേ ഉള്ളു അങ്ങനെയുള്ളവർ. പഴയ ജനറേഷൻ ഒരിക്കലും ഇങ്ങനെയുള്ളവർ കാണില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ അത്രയും നമ്മൾ സ്നേഹിക്കുന്ന പേരൻസ് പോലും ഒരിക്കലെങ്കിലും നമ്മളെ വേദനിപ്പിക്കും. നമ്മളും അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. അത് മനുഷ്യ സഹജമാണത്. ഒരിക്കലെങ്കിലും അത് ഈ സ്നേഹത്തിൽ പെടുന്ന ഒരു സാധനമാണ്. ഈ സ്നേഹിക്കുന്നവര് നമ്മളടുത്ത് എന്തെങ്കിലും കാണിക്കുമ്പോഴേ വേദനപ്പെടുന്നത്. ഒരാളും നമ്മളെ വേദനിപ്പിക്കാതെ പോയിട്ടില്ല. മനസ്സിലായി? ആ ഒരു കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ ആ സെൻസോടുകൂടി എടുക്കുന്നത്.